പിള്ളേർ അവരുടെ മനസ്സിൽ ചോദിച്ചതാ why are you wearing devil shirt? ഞാൻ പറഞ്ഞു this is not devil, this is from our origin, from where we come from Kerala. It's a little bit of our history. ഞങ്ങൾ എന്തായാലും I haven't told them the whole story yet, but we will give a short story. So Onam reminds us of King Mahabali. We also call him Mahabali. He used to reign the land of Kerala. He used to reign it very well. The land was very prosperous. There was a lot of cultivation, gold. The land was prosperous. The king was very good to his people. So the people of Kerala loved their king. Now this is a time when there is no religion or anything. There's no Hindu, Muslim, Christian, nothing like that. But it is people of Kerala loved their king, King Mahabali. And during this time, they used to celebrate Onam. Onam was this festival of showing their prosperity, because they just had a lot of cultivations, and they used to use that to celebrate the new year, new times of prosperity. So that is the message of Onam. That is, we celebrate the prosperity that we have been blessed with. Of course, it also reminds us of our origin. We come from a place called Kerala in India, and how a prosperous king who was very good to his people. So it's a reminder of that time. But for all of us, it is also a time to get together. So we are all here together as a small community, a community coming from Malappally, right? So it's also a time for us to spend some fellowship time together, to join hands, to do good for the community. So with that, I shorten my message. Wish you all a happy and joyous Onam. Thank you. Thank you, Dan. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണത്തിൻ്റെതായിട്ടുള്ള മംഗളാശംസകൾ. ഓണത്തെപ്പറ്റി ചിന്തിക്കുമ്പം മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന വളരെയധികം ഓർമ്മകളുണ്ട്. പപ്പടം, കാച്ചില, ഊഞ്ഞാല്, പുലിക്കളി, ഒന്നും വേണ്ട, അത് സന്തോഷത്തിൻ്റെ സമയമാണ് തീർച്ചയായും. അപ്പോൾ ഇപ്പോഴും നമുക്കൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് സന്തോഷിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു അനുഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിവിടെ അമേരിക്ക വന്ന സമയം 85-ൽ ജോലിയൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ബ്രദറിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, അതായത് ജോലിയൊന്നും കിട്ടുന്നില്ല, ഒരു കാര്യം നീ പോയി സ്കൂളിൽ പോയി 2 വർഷത്തെ ഒരു പ്രോഗ്രാം പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ റെസ്പിറേറ്ററി ചേർന്നു പാസദീന സാഞ്ചസിൻ്റെ കോളേജിൽ. അപ്പോൾ അവിടെ പലരുമായിട്ടും ചങ്ങാത്തത്തിലായി. ഒരു വെള്ളക്കാരനും ഒരു ഹിസ്പാനിക്. ഒരു ദിവസം ഞാൻ അവരെയും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം ബ്രദറിനുള്ള അവരുമായിട്ട് വളരെ സൗഹൃദത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എനിക്ക് വലിയ സന്തോഷമായി. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ അവരെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം ബ്രദറിലോ എന്തോ പോകാനുള്ള തിരക്കിലായിരുന്നു. ബ്രദറിലോ പെട്ടെന്ന് ഒരുങ്ങി ഇവരോടൊന്ന് ഹായ് എന്ന് പറഞ്ഞു വെച്ചാൽ ബ്രദറിലോ അങ്ങ് പോയി. എനിക്കങ്ങ് വലിയ പ്രയാസമായി. ഇവരെ വന്നിട്ട് അവരുടെ കൂടെ ഒന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പരാതി പറഞ്ഞു, എന്താ അങ്ങനെ ചെയ്തത്. സിസ്റ്റർ അത് ബ്രദറിനോട് ചോദിച്ചു. സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞ്, എടാ ഇവിടുത്തെ സിറ്റുവേഷന് നാട്ടിലെ പോലെയൊന്നുമല്ല. നാട്ടിൽ നമുക്ക് എല്ലാവരും ഒരു 6-7 കിലോമീറ്ററൊക്കെ നമുക്ക് എല്ലാവരെയും അറിയാം, ഫാമിലിയെ അറിയാം, അവർ ആരൊക്കെ ബന്ധുത, എവിടെയൊക്കെ പോകുന്നു, എന്തോ അവരുടെ എല്ലാ കാര്യവും നമുക്കറിയാം. നമുക്ക് അങ്ങോട്ട് അവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നതിന് പ്രയാസമില്ല. ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷൻ. തൊട്ടടുത്ത് താമസിക്കുന്ന പോലും ആരെ നമുക്കറിയത്തില്ല, ഡ്രഗ് ആണോ ഗണ്ണാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അവരോട് അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കത് അത്ര കൺവിൻസിങ് ആണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികളും ആയിട്ടില്ല. അപ്പം കുട്ടികളുടെ പ്രൊട്ടക്ഷനും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടേ. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമല്ല, മനുഷ്യനെ മനുഷ്യരായിട്ട് കാണണം. എൻ്റെ ഐഡിയലിസ്റ്റിക് ചിന്താഗതി. ഞാൻ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായത്. നമ്മുടെ കുട്ടികളെ, നമ്മുടെ ഫാമിലിയൊക്കെ നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. പിന്നെ ആവശ്യമില്ലാത്ത ബന്ധങ്ങളും ഒക്കെ അവർ പിള്ളേരുടെ അടുത്ത് വരുന്നതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതൊക്കെ വളരെ ആവശ്യമാണ്. എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വരുന്ന ഓണസമയത്ത് വരുന്ന പാട്ട്, മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മനുഷ്യരെല്ലാം ഒന്നുപോലാണോ? ആണോ? നമുക്ക് നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ കാണാൻ പറ്റുമോ? യേശു പറഞ്ഞു, നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുക. നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ അത്? നമ്മളോട് തന്നെ ഇത് ചോദിച്ചു നോക്കും. നമുക്ക് ആർക്കെങ്കിലും മറ്റൊരാളെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. അങ്ങനെ സ്നേഹിച്ചിട്ടുള്ള ചുരുക്കമായിട്ടുണ്ടായിരിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം ശരിയാണ്. എങ്കിൽ പോലും ഇതിനെ ഒക്കെ ഉള്ളിൽ തന്നെ നമ്മൾ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പം നമ്മൾ വേറൊരു മനുഷ്യനെ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെതായിട്ടുള്ള സാദൃശ്യം ആ മനുഷ്യനിൽ നമ്മൾ കണ്ട്
ആ മനുഷ്യനെ അറ്റ്ലീസ്റ്റ് നമ്മൾ സ്വന്തം ബ്രദറോ സിസ്റ്ററോ ആയിട്ടോ പോലും കാണാൻ പറ്റിയില്ലെങ്കിലും ഒരു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഈ ലോകം വളരെ സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് ഈ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്ന് നമ്മൾ ഇങ്ങനെ ഒരു മൂവി പാട്ടിൽ നമ്മൾ പാടാറുണ്ട്. തീരത്തിന്റെ സ്വന്തമാണോ, തീരം തിരയുടെ സ്വന്തമാണോ, ഒരു സെക്കൻഡ് നേരത്തേക്ക് തമ്മിൽ ആശ്ലേഷിക്കുന്നു, ചുംബനം ചെയ്യുന്നു, അത് കഴിഞ്ഞ് അത് സെപ്പറേറ്റ് ചെയ്യുന്നു. നമുക്കും ഇന്നുള്ള ലോകത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ എൻ്റെ എന്നുള്ള ആ ചിന്തയാണ്. ഞാൻ എൻ്റെ വൈഫ്, എൻ്റെ കുട്ടികൾ, എൻ്റെ കുടുംബം, എൻ്റെ രാജ്യം, ഇതൊക്കെയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അതിനപ്പുറമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചിന്ത ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലൊരു കുന്തവുമില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മൾ ആഗ്രഹിക്കും നമ്മളെപ്പോഴും സന്തോഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അനിയൻ പറഞ്ഞ മാതിരി അതിനൊക്കെയായി ഫെസ്റ്റിവൽസൊക്കെ വെച്ചിരിക്കുന്നത്, പെരുന്നാളുകൾ, അമാവാസയിലും പൗർണമിയിലും കാഹള ഊതുക, മനുഷ്യരെല്ലാം കൂടി വന്ന് സന്തോഷിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നല്ല ഫുഡിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്കത് എവിടെ ഇരുന്നുണ്ട് വാർത്തയിരുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു പരീക്ഷണം നടത്തി. നിങ്ങളെയൊക്കെ ഗിനിപ്പിക്കായിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ്. ഒരു യൂട്യൂബ് നോക്കി ചെയ്ത ഒരു പിന്നെ ലൈം ഡേറ്റ് നാരങ്ങ ഈന്തപ്പഴ അച്ചാർ. അപ്പോൾ അത് ഞാനൊന്ന് ഉണ്ടാക്കി. അവർ പറഞ്ഞു 5 ദിവസം കഴിഞ്ഞ് അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 5 ദിവസം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് അപ്പോൾ അത് ഞാനൊരു ലേശം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് സന്തോഷിക്കാം. ഹാപ്പി ഓണം ടു ഓൾ. ഈ മാവേലിക്കെതിരെ കുറ്റം പറഞ്ഞപ്പം അവർ പുള്ളിപോലെ വിശ്വസിച്ചു. അപ്പം ഇന്നത്തെ കാലഘട്ടം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണ്. നമ്മൾക്ക് AI-യിൽ കൂടെ എന്ത് വേണേലും പ്രചരിപ്പിക്കുക. അതെല്ലാം ശരിയായിരിക്കണമല്ലോ. സോഷ്യൽ മീഡിയ വരുന്ന പകുതി കാര്യം ശരിയല്ല. ഇപ്പോൾ പണ്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരാളിങ്ങനെ വഞ്ചി പോയി ഒരു സ്വാമി ആ വഞ്ചിയിലുണ്ട്. ചുറ്റുമുള്ളവരെല്ലാം ഈ പുള്ളിയെ കളിയാക്കുക, ഒറ്റയ്ക്ക് ഇരുന്ന് പുള്ളി മാത്രം അവിടെ ധ്യാനിക്കുക. അപ്പം ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു, ഞാൻ ഈ വഞ്ചി മറിച്ചിടട്ടെ. അപ്പൊ സ്വാമി പറഞ്ഞു, ദൈവമേ നീ എന്താണ് ഈ വഞ്ചി മറിച്ചിടുന്നതിന് പകരം അവരുടെ മനസ്സിനെ മറിച്ചിടാത്തത്? അപ്പൊ ദൈവം പറഞ്ഞു, അതാണ് ശരി. നീ ആദ്യം കേട്ട ശബ്ദം എൻ്റേതല്ല, രണ്ടാമത് നീ കേട്ടതാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശബ്ദം. ഇന്ന് പലരും ദൈവശബ്ദമാണെന്നും പറഞ്ഞ് പലതും പറയുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കരുത്, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. ഓണം പോലും എന്ന് പറഞ്ഞാൽ ഹിന്ദു പുരാണത്തിൽ ദൈവത്തെ തെറ്റിദ്ധരിപ്പിച്ചു പോയെന്നുള്ള ഒരു സങ്കല്പം അതിലുണ്ട്. അപ്പം നമ്മൾ കേൾക്കുന്നതെല്ലാം ഇത് ശരിയോ ദിവസം പറയുന്നതാ, സകലവും ശോധന ചെയ്യണം, എന്നിട്ട് ശരിയുള്ളത് നമ്മൾ എടുക്കണം. അപ്പൊ ഈ ഓണം നമുക്ക് അങ്ങനെ ഒരു ചിന്ത തരട്ടെ. ഇപ്പോൾ പ്രിയ ജോൺ ഉണ്ടല്ലേ? ജോൺ, താങ്ക് യു ജോൺ ഫോർ കമ്മിങ്. ആ പുള്ളിയോടുണ്ടോ? ഓക്കെ. അപ്പൊ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രിയ ജോണിനോട് പ്രസാദിനോടും ഈ കഴിഞ്ഞ ദീർഘവർഷം ഈ ബിൽഡിങ് ഫ്രീ ആയിട്ട് നമ്മുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഒരു പൈസയും മേടിക്കാതെ ഞങ്ങളോട് കൂടെ നിന്ന് സഹകരിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ് രണ്ടുപേരോടും പറയുന്നു. ഇപ്പം പ്രിയ രാജു മുന്നോട്ട് വന്ന് മല്ലപ്പള്ളി സംഗമ സിജോ, താങ്ക് യു ഫോർ കമ്മിങ്. പ്രിയ രാജു മുന്നോട്ട് വന്ന് ഫോട്ടോ താങ്ക്സ് പറയുകയും ക്രിസ്റ്റി ലാസ്റ്റ് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹലോ, എൻ്റെ പേര് രാജൻ. നമുക്ക് ഇന്ന് ഇവിടെ കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സകല നന്ദിയും സ്തോത്രവും കരയേറ്റാം. ആദ്യമായി നാം ജീവിക്കുന്നത് ആപത്തുകൾ, അനർത്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ, അപകടങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ്. നമുക്ക് ദൈവം നമ്മളെ സഹായിച്ച് ഇവിടെ കടന്നു വരുവാൻ നമുക്കിടയാക്കിയതോർത്ത് അവന് നന്ദി പറയാം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അധ്യക്ഷനായിരുന്ന തോട്ടത്തിലെ അച്ഛൻ, അദ്ദേഹത്തിന് നേരത്തെ പോകേണ്ടി വന്നു. എന്നിരുന്നാലും എപ്പോഴും നമ്മളോട് കൂടെയുള്ള, നമുക്ക് പ്രചോദനമായിട്ട് നമുക്ക് ഉപദേശങ്ങൾ തരുന്ന അച്ഛൻ നമ്മുടെ അധ്യക്ഷനായിരുന്നു. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ നമ്മുടെ ചെറിയ കൂട്ടായ്മയാണ് മല്ലപ്പള്ളി സംഗമം, നമുക്കറിയാം. അതിൻ്റെ പ്രസിഡന്റായിട്ട് ബാബു
പറഞ്ഞ പോലെ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കളച്ച് കഷ്ടപ്പെട്ടൊക്കെ വന്നെങ്കിലും നമ്മളോട് കൂടെ ഇവിടെ ഇതിനെല്ലാം ലീഡർഷിപ്പായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ബാബുവിനോട് ചാക്കോ പി നയനാനോടൊരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ട്രഷറായിട്ടുള്ള സെനി, സെക്രട്ടറി ആയിട്ടിരിക്കുന്ന വെസ്ലി, ഇവരോടുള്ള നന്ദി ഈ കമ്മിറ്റിയുടെ ഈ കൂടിയറിവിൻ്റെ നാമത്തിൽ ഞാൻ എവർക്കും വേണ്ടി അർപ്പിക്കുന്നു. ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ മധ്യത്തിൽ ഇന്ന് നമ്മൾ ചെറുതായിട്ടുള്ള പ്രബോധനങ്ങൾ മെസ്സേജുകൾ പറഞ്ഞ കുഞ്ഞുമോൻ മാത്തുള്ള പി നൈന, അതുപോലെ വളരെ മനോഹരമായിട്ടൊരു നൃത്തം അവതരിപ്പിച്ച നിസ ചാക്കോ, ഈ കമ്മിറ്റിയുടെ നാമത്തിലുള്ള പ്രത്യേക സ്നേഹം വന്ദനം അറിയിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ ഫെസിലിറ്റി നമുക്ക് തരുന്ന കൊച്ചുമോന പ്രസാദ്, ഇവരോടുള്ള നന്ദി. ഫ്രീ ഓഫ് ചാർജ് എപ്പോഴും സ്വാതന്ത്ര്യത്തോടെ ഇതൊന്ന് തുറന്നു തരികയും ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം ഇതിന് അനുവാദം തരികയും നമ്മളോട് സഹകരിക്കുകയും ചെയ്യുന്ന അവരോട് രണ്ടുപേരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ചിലരൊക്കെ നമുക്കിന്ന് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയുള്ളവരും നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഭാഗങ്ങളാണ്. അവർക്കും ഇന്ന് കൂടി വരാൻ സാധിച്ചില്ലെങ്കിലും അവരോട്, അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഏതൊരു പ്രസ്ഥാനമായാലും അതിന് മെമ്പേഴ്സ് ഇല്ലെങ്കിൽ അതിനെ ഈസ് നത്തിങ്. അവരെ ഓരോ മെമ്പേഴ്സ് ഇതിന് ഈ കൂട്ടായ്മയുടെ മല്ലപ്പള്ളിയും സമൂഹ പ്രദേശങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ കൂടുതൽ സഹകരിക്കണം. എല്ലാവരോടും, ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവരോടുമുള്ള നന്ദി ഈ മല്ലപ്പള്ളി സംഗമത്തിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ എൻ്റെ കണ്ണുപുറങ്ങളെ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയ്ക്ക് എന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. കർത്താവെ, ഞങ്ങളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവെ, പല ദേശത്ത് ഞങ്ങൾ മല്ലപ്പള്ളി ദേശത്ത് കടന്ന് ഇവിടെ വന്ന് ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടുവാൻ പല അവസരങ്ങളൊക്കെ കർത്താവ് തരുന്നുണ്ടല്ലോ. എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ആരോഗ്യത്തോടെ ആയുസ് നിർത്തുന്നതിനായി കർത്താവ് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. അതുപോലെ ഇന്ന് ഡാൻസ് കളിച്ച കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തമായി ആ കുഞ്ഞിനെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പഠിത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനം തന്ന കർത്താവെ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ദേശത്ത് അവരെയൊക്കെ കൊണ്ടുപോയി ഇത്രത്തോളം ദൈവം നടത്തി കർത്താവെ, പല അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവരുടെ ഭവനത്തിലൊക്കെ നടന്നതിനായി സ്തോത്രം ചെയ്ത് കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും കൂട്ടി വരുത്തിയതിനായി സ്തോത്രം. എല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രായമായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണം. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള ആ വാഗ്ദത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവെ എല്ലാവരും കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അടിയനെ താഴ്ത്തി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ ഭക്ഷണം നമ്മൾ ക്രമീകരിച്ച് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, അത് ഭക്ഷിച്ച് ബലപ്പെടുവാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും തൃക്കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. താഴ്ത്തി കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥനയുടെ നായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.